ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും സിമ്പിൾ റെസിപ്പീസ് ആവും ഇടുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും വേണ്ട. വെറും ഗോതമ്പ് പൊടി നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ നല്ല പഴുത്തിട്ടില്ല 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്തത് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറഞ്ഞ പഴുപ്പായാലും വിഷയമൊന്നുമില്ല. നല്ല പഴുത്തെടുക്കുമ്പോൾ നല്ല ഒരു മധുരം കിട്ടും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് 3ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിൽ ഞാനൊരു 1.5 അച്ച് ശർക്കരയും 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചട്ടിയിലേക്ക് നെയ്യോ പിന്നെ നിങ്ങളുടെ ഓയിലോ വെളിച്ചെണ്ണ അല്ലാത്ത പിന്നെ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നെയ്യ് കയ്യിലുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് പഴമൊക്കെ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും പാട് ഇതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ, ശർക്കര പാനിയും പാടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ മിക്സാക്കി എടുത്തിട്ട് ഇനി വെള്ളം കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി പാല് കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താൽ അത് നല്ല സോഫ്റ്റായി കിട്ടാൻ പറ്റുള്ളൂ. ഇനി സാധാ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പാല് ചേർത്ത് കൊടുത്താൽ ഒന്നും പാടെ ഒന്ന് ടേസ്റ്റ് കൂടും, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും വ്യത്യാസമൊന്നും തോന്നാറില്ല. അപ്പോൾ ഇനി ഒരു നുള്ളു ഉപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മാവ് ഇത്രയും കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പഴം തേങ്ങ ചെറിയതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇതിലിങ്ങനെ പഴം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ഒരുപാട് നല്ലതാണല്ലോ. പഴം ഇതിൽ നമുക്ക് കൂടുതൽ എണ്ണയൊന്നും ഇല്ലാത്ത ഒരു പലഹാരമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത്രയും എണ്ണ മാത്രം മതി കേട്ടോ. ഇനി ഞാൻ കുക്കറിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ പറ്റ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. വെറും 10 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി. അതിലേറെ വേവിച്ചാലത് പിന്നെ ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ ഊരാനും ശ്രദ്ധിക്കുക കേട്ടോ. വിസിൽ ഊരിയിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നമ്മുടെ പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, കരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ അടിപൊളി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ.
ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞുങ്ങൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും എന്താണെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പഴം ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ പഴം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കിയത് പറയുകയല്ല കേട്ടോ, അത്രയ്ക്കൊരു നമ്മുടെ തേങ്ങയും പഴമൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.